ഇന്ന് പട്ടാഴി അമ്പലത്തിലെ ഉത്സവമാണ്. ഞാൻ ആവണീശ്വരത്ത് നിന്ന് പട്ടാഴിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സാരിയാണ് ഞാൻ ഉടുത്തത്. ഇനി എൻ്റെ ചെറിയൊരു മേക്കപ്പും കൂടെ കാണും. ചെറിയ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ ചെയ്യുന്നത് കണ്ണെഴുതുന്നതാണ്. അപ്പോൾ കണ്ണെഴുതുന്നു. അതിനുശേഷം എൻ്റെ ഈ പൊട്ട് കണ്ടില്ലേ ഇരിക്കുന്ന നെറ്റിയിൽ, ഇത് കുളിച്ചപ്പോഴേ ഉണ്ടായിരുന്നതാണ്. അമ്മ പറയാറുണ്ടായിരുന്നു ഞാൻ കുളിക്കുന്നത് കാക്കക്കുളിയാണ്. അത് കാരണമായിരിക്കും ഇത് പോകാത്തത്. ഇനി ഞാൻ കുളിക്കുന്നത് കാക്കക്കുളിയാണോ അറിയില്ല, അതോ ഇതിലെ പശ പോകാത്തതാണോ. എന്തായാലും ഞാൻ ആ ഒരു പൊട്ട് ചേഞ്ച് ചെയ്ത് വേറൊരു പൊട്ട് കൂടെ വെച്ചു. അങ്ങനെ എൻ്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മുടിയൊന്ന് ചീപ്പണം. അതിനിടയിൽ കൂടെ എൻ്റെ ബ്ലാക്ക് കുപ്പിയോളം കണ്ടു. എനിക്ക് ആകെ ഒരു ഡൗട്ട്, ഇത് 3 ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിയപ്പോൾ. പിന്നെ ഞാൻ ഇതൊന്ന് പെയർ ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ പെയർ ചെയ്യാൻ എൻ്റെ ഈ യെല്ലോ ആയിരുന്നു, അത് ചേരുന്നുമില്ല. പിന്നെ ഈ 3 മാത്രം ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇട്ടു. കൊള്ളാവോ? ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ എന്നും ഇടുന്ന വളയും മോതിരങ്ങളും ഒക്കെ എടുത്തിട്ടു. കണ്ടില്ലേ, ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ വള എനിക്ക് എളുപ്പമാണ് കയറ്റാൻ. ചെറിയ ക്ലിപ്പുള്ള ടൈപ്പാണ്. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം. ഇപ്പം കിട്ടുന്നതെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയതാണ്, മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന്. ഇതിൻ്റെ സ്മെല്ല് കൊള്ളാം. അപ്പം ഇനി അടുത്തത് മുടിയാ ചീപ്പാണുള്ളത്. മുടിയൊന്ന് ഉണങ്ങിയിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ചീപ്പി ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഇന്നിപ്പം ഞാൻ പോകുന്നത് 10-11 മണിയായിട്ടുണ്ട്. ചോറിനാണ് മെയിനായിട്ട് ഇപ്പോൾ പോകുന്നത് വീട്ടിലേക്ക്. അമ്മ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്ലിപ്പ് ഇതാ ഇതിന് ചേരുന്നത് തന്നെ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ട ഇതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേന് ഒരു ചെറിയ കുറവ്, മൂക്കുത്തി. വലിയ മൂക്കുത്തി എടുത്തിട്ടു. പിന്നെ ചെറുതിനേക്കാൾ സാരിക്ക് ചേരാൻ എനിക്ക് തോന്നി വലുതാണെന്ന്. കൊള്ളില്ലേ? എനിക്കിഷ്ടമായി. ഇതാ അപ്പം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ ലേഡീസിന് കുറച്ച് സമയം ഒന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുക, അതൊരു രസമാണ്. നമ്മളെ തന്നെ നമ്മളൊന്ന് ആസ്വദിക്കുമല്ലോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ഞാൻ പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ. ഞാൻ ഇന്ന് കാറല്ല എടുത്തത്, 2 വീലറാണ് എടുത്തത്. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇനി ഞാൻ കുറേ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു സാധനം ഞാൻ കഴുകി വെച്ചേക്കുക. ഒന്നുമല്ല, എനിക്ക് ചെരുപ്പ് അളവ് കിട്ടാൻ ഭയങ്കര പാടാണ്. റെയറായിട്ട് കിട്ടിയ ഒരു ചെരുപ്പാണ് അത്. കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുക. ഞാൻ ജെൻസിൻ്റെ ചെപ്പലാണ് യൂസ് ചെയ്യുക. സാരിയുടെ കൂടെ അത് ഒരു ബോറല്ലേ. പിന്നെ ഹെൽമെറ്റും എടുത്ത് വെച്ച് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ.